സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുന്നു സ്നേഹിത എന്ന് യേശുവിൻ സ്നേഹം പാടാം യേശുവിന്റെ സ്നേഹം പാടാം യേശുവിൻ സ്നേഹം പാടാം യേശുവിന്റെ സ്നേഹം പാടാം പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുന്നു സ്നേഹിത എന്ന് യേശുവിൻ സ്നേഹം പാടാം യേശുവിൻ സ്നേഹം പാടാം യേശുവിൻ സ്നേഹം പാടാം യേശുവിൻ സ്നേഹം പാടാം നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി നാടില്ല വീടില്ല ചെല്ലാനൊരിടമില്ല ഒടുവിൽ ഞാൻ കുരിശിന്റെ ചുവടോരം തേടി നീറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റിയേശുനാഥൻ നീറുമി മനസ്സിലെ ശോകങ്ങളെല്ലാം സന്തോഷമായി മാറ്റിയേശുനാഥൻ യേശുവിൻ നാമമതത്ഭുതനാമം പാപികളിൽ കനിയുന്നൊരു നാമം യേശുവിൻ നാമമതത്ഭുതനാമം പാപികളിൽ കനിയുന്നൊരു നാമം പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുന്നു സ്നേഹിത എന്ന് യേശുവിൻ സ്നേഹം പാടാം ക്രൂശിലെ സ്നേഹം പാടാം യേശുവിൻ സ്നേഹം പാടാം ക്രൂശിലെ സ്നേഹം പാടാം രാജാധിരാജാവേ കർത്താധികർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം രാജാധിരാജാവേ കർത്താധികർത്താവേ ഉന്നതനാം ദേവനെ വാഴ്ത്തുന്നു മോദം നരകാഗ്നിയിൽ ഞാൻ വെന്തരിയാതെ സ്വർഗീയ പരദീസ നൽകിയല്ലോ നരകാഗ്നിയിൽ ഞാൻ വെന്തരിയാതെ സ്വർഗീയ പരദീസ നൽകിയല്ലോ യേശുവിൻ നാമമതത്ഭുതനാമം പാപികളിൽ കനിയുന്നൊരു നാമം യേശുവിൻ നാമമതത്ഭുതനാമം പാപികളിൽ കനിയുന്നൊരു നാമം പാടിടാം ഞാനും സ്നേഹത്തിൻ ഗാനം കേൾക്കാനായി വന്നിടുന്നു സ്നേഹിത എന്ന് യേശുവിൻ സ്നേഹം പാടാം
ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ആ ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. സ്നേഹം പാടാം ഞാൻ, യേശുവിൻ സ്നേഹം പാടാം ഞാൻ, ക്രൂശിലെ സ്നേഹം പാടാം ഞാൻ. നല്ലവരായ കൈതേപ്പാലം ദേശനിവാസികളെ, വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ, ഓട്ടോ ചേട്ടന്മാർ, വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ അഭിവാദനം. ഞങ്ങളിവിടെ ഇങ്ങനെ കവലകൾ തോറും ഇങ്ങനെ ഓരോ പ്രോഗ്രാമുകൾ നടത്തി യാത്ര തിരിക്കുന്നവരാണ്. ഞങ്ങളുടെ യാത്രകളുടെ പുറകിലുള്ള ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മതം മാറ്റമല്ല, ഇതൊരു മതത്തിന്റെ പ്രസംഗമല്ല, ഇത് മനുഷ്യനെ പിടിച്ചോണ്ട് പോകാനുള്ള പ്രസംഗമല്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മതം മാറരുത്, മനുഷ്യന്റെ മനസ്സ് മാറണം, അതാണ് ഞങ്ങളുടെ ഉദ്ദേശം. നിങ്ങൾ ഇന്ന് രാവിലെ ഒരു വാർത്ത നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടോ ഇല്ലയോ എന്നറിയത്തില്ല. തിരുവനന്തപുരത്ത് ഒരു പിതാവ് 2 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിളിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറക്കി ആരുമില്ലാത്തൊരു കാട്ടിൽ കൊണ്ടുപോയി ആ പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ചിട്ട് ആ കുഞ്ഞിനെ വിട്ടയച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകൾ മദ്യവും മയക്കുമരുന്നും കൊല്ലും കൊലപാതകവും മാത്രമായി കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൗവനക്കാരെയൊക്കെ നോക്കിയാൽ മദ്യത്തിനടിമപ്പെട്ട് മയക്കുമരുന്നിനടിമപ്പെട്ട് ജീവിതം മുഴുവൻ തകർത്ത് കളഞ്ഞ് ജീവിതം ആസ്വദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ സ്വപ്നങ്ങളെ മുഴുവൻ തകർത്ത് കളയുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ ഇന്ന് ഉള്ള കാലഘട്ടത്തിലാണ് ഞാനും വന്ന് എത്തി നിൽക്കുന്നത്. ഇതിനൊക്കെ ഒരു അറുതി വരണം എന്ന ആഗ്രഹത്തോടെയാണ് ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ കവലകളിലൊക്കെ നിന്ന് പ്രഘോഷണം നടത്തുന്നത്. ഒരു പക്ഷെങ്കിൽ ഞങ്ങളെയൊക്കെ ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞ് മാറി നിന്ന് 2 തെറി വിളിച്ചാലും 2 അടി അടിച്ചു വെച്ച് വീട്ടിൽ പോടാന്ന് പറഞ്ഞ് 2 തെറിയും കൂടെ വിളിച്ചാലും ഒക്കെ ഞങ്ങളൊക്കെ മിണ്ടാതെ പോകുമായിരിക്കും. ഒക്കെ ശരിയാ. തല്ലുന്ന ആൾക്കാർ ഹീറോയിസം കാണിക്കും, തെറി വിളിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ദേശത്ത് അവരെ ഓടിച്ചു വിട്ടു എന്നൊക്കെ പറഞ്ഞ് നല്ല ഹീറോയിസം കാണിക്കാനൊക്കെ ആൾക്കാരൊക്കെ ഇഷ്ടം പോലെയൊക്കെ ഉണ്ടാവും. ഒക്കെ ശരിയാ. പക്ഷേ ഈ തെറിയും വിളിച്ച് നല്ലും കൊടുത്ത് 2 എണ്ണം കൂട്ടി പറയുകയും ചെയ്യുന്ന ഈ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു തലമുറയെ നേരെ വളർത്തിക്കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് നേരെ ചൊവ്വേ സ്വന്തം വീട്ടിലുള്ള ഒരു മകനെ എടാ നീ മദ്യപിക്കരുതെന്ന് പറഞ്ഞ് 2 എണ്ണം കൊടുത്ത് 2 തെറിയും പറഞ്ഞ് വീട്ടിലിരുത്താൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. കാരണം എന്നാ? 2 എണ്ണം അങ്ങോട്ട് പറഞ്ഞാൽ അവൻ 4 എണ്ണം തിരിച്ചു പറയുകയും ചെയ്യും, 4 എണ്ണം തിരിച്ചു തരികയും ചെയ്യും. അതല്ല എന്റെ സത്യം. അപ്പൊ ഞങ്ങളെ പോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ കവലകളിൽ നിന്ന് പറയുകയും കവലകളിൽ നിന്ന് ഇതുപോലെയൊക്കെ വിളിച്ചു പറയുകയൊക്കെ ചെയ്യുമ്പോ ഞങ്ങൾ പലർക്കും ഒരു ശത്രുക്കളാണ്. കാര്യമൊക്കെ ശരിയാ. ഞങ്ങൾ ഇത് പറയുന്നത് മാത്രമേ ഉള്ളൂ, വേറെ യാതൊരു രാജ്യദ്രോഹവും ചെയ്യാറില്ല. ഞങ്ങളിത് പറയുമ്പോ ഞങ്ങളെപ്പോലുള്ള ആളുകൾ എല്ലാവർക്കും ശത്രുക്കളായി മാറുന്നു. ഞങ്ങളെപ്പോലുള്ള ആളുകൾ ദേശവിരോധികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒക്കെ ശരി, സമ്മതിച്ചു. പക്ഷേ തലപോയാലും ഇതിന്റെ പുറകിൽ നിന്ന് മാറുകയല്ലെന്ന് ഞങ്ങളും തീരുമാനം എടുത്തേച്ചാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രസംഗിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, 2 വയസ്സുള്ള ഒരു കുഞ്ഞിനെ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട്
മൃഗീയമായി പീഡിപ്പിച്ചു വിട്ടുകൊടുത്തു. അതൊരിടത്ത് കിടക്കുമ്പോ കഴിഞ്ഞ ദിവസം കണ്ടൊരു ഇന്റർവ്യൂവിന്റെ അകത്ത് ഒരു അമ്മ ഇന്റർവ്യൂ കൊടുക്കുക. സ്വന്തം മകൻ വീട്ടിൽ വന്ന പേടിയാ, രാത്രി വീട്ടിൽ വന്ന പേടിയാ. കാര്യം തീർക്കുമ്പോ പറയുന്ന കാര്യം, അമ്മയെ കാണുന്ന പോലെ അല്ല മകൻ കണ്ടോണ്ടിരിക്കുന്നത്. മകന് തന്റെ സ്വന്തം ശരീരസുഖത്തിന് വേണ്ടി സ്വന്തം അമ്മയെ പോലും കൈവശമാക്കണമെന്ന് ആഗ്രഹിച്ചും മകൻ കയറി ചെല്ലുന്നത് പെറ്റ തള്ളയ്ക്ക് വേദനയായി മാറി. എന്തുകൊണ്ടാണ് നമ്മുടെ തലമുറയൊക്കെ ഇങ്ങനെ പോണേ? ഇവിടെ മതങ്ങളില്ലാഞ്ഞിട്ടാണോ? ഇസങ്ങളില്ലാഞ്ഞിട്ടാണോ? രാഷ്ട്രീയക്കാരില്ലാഞ്ഞിട്ടാണോ? മതമേലാളന്മാരില്ലാഞ്ഞിട്ടാണോ? നല്ല നിയമപാലകന്മാരില്ലാഞ്ഞിട്ടാണോ? നമ്മുടെയൊക്കെ തലമുറകളും നമ്മുടെയൊക്കെ പിതാക്കന്മാരും പെൺമക്കളും ഒക്കെ പോകുന്ന വഴിയിൽ നിന്നൊന്ന് തിരുത്തിക്കൊണ്ടുവരാൻ ആരാണുള്ളത്? ആർക്ക് കഴിയും? ഇന്ന കാലത്തെ പെൺപിള്ളേരെല്ലാം പെൺകുട്ടികളാണെ പോലും തന്നെ എന്തെല്ലാം രീതിയില ഇന്നത്തെ കാലഘട്ടം ഓടിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? വീട് വിട്ട് പഠിക്കാനാണെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ചു കാലം എറണാകുളത്തുണ്ട്. ഞാൻ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന കുറച്ച് കാഴ്ചകളുണ്ട്. വീട് വിട്ട് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് പെൺപിള്ളേരെല്ലാം അവിടെ വന്നേച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ജീവിതം മുഴുവൻ നശിപ്പിച്ചു കളയുന്ന ഒരു കൂട്ടം പെൺതലമുറകളും അവിടെയുണ്ട്. അവര് ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യം, എന്തിനാ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ അവര് തിരിച്ചു പറയുന്ന ഒരൊറ്റ കാര്യമുണ്ട്, ആണുങ്ങൾക്കാകാമെങ്കിൽ എന്തിനും ഞങ്ങൾക്ക് പെണ്ണുങ്ങൾക്കുമായിക്കൂടെ? ആണുങ്ങൾ കള്ളുപിടിക്കുന്നു, പെണ്ണുങ്ങൾ ഞങ്ങൾക്ക് കള്ളുപിടിക്കുന്നതിന് എന്താ കുഴപ്പം? ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. എന്താണെന്നറിയാമോ? അപ്പനും മക്കളും അമ്മയും കൂടെ ഒരുമിച്ചിരിക്കുക, അപ്പൻ മക്കൾക്ക് കള്ളൊടിച്ചു കൊടുക്കുക, പെമ്മക്കൾക്ക് നീട്ടിക്കൊടുക്കുക. എന്നാടി കുടിച്ചോ, കുറച്ച് കള്ളേ ഉള്ളൂ, നീ അതും കുടിച്ചോ, പെമ്മക്കൾക്ക് നീട്ടിക്കൊടുക്കുക. എടാ ഇത്ര അതപ്പതിച്ച അപ്പ ഒറ്റ കാര്യം ചോദിക്കട്ടെ, സ്വന്തം മകളെ അല്ലെങ്കിൽ സ്വന്തം മകനെ അതപ്പതിച്ച് നാശത്തിന്റെ കുഴിയിലേക്ക് ഇറക്കിക്കളയാൻ നോക്കി നിൽക്കുന്ന അപ്പന്മാരുള്ള ലോകമല്ലേ ഇത്? ഞങ്ങൾ പറയുന്നത് മദ്യപിക്കരുത്, കുടിക്കരുത്, നാശം ഉണ്ടാക്കി വെക്കരുത്, വീട്ടിന്റെ അകത്ത് തല്ലുണ്ടാക്കരുത്, കൊല്ലുണ്ടാക്കരുത്, കൊലപാതകം ഉണ്ടാക്കരുത്, മക്കളുടെ ഭാവി നശിപ്പിക്കരുത് എന്നാ പറയുന്നത്. ഇതൊക്കെ പറയുന്നത് ഞങ്ങൾ രാജ്യദ്രോഹമാകുമോ? അപ്പന്മാരോട് ചോദിക്കട്ടെ, മക്കളെ നേർവഴിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന അപ്പന്മാരുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ, വൈകിട്ട് കള്ളും കുടിച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ എല്ലാ പ്രശ്നങ്ങൾക്കും വഴിതിരിവായി കാരണമാക്കി മാറ്റുമ്പോ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ കണ്ടൊരു വാർത്ത ഇങ്ങനെയാ, സ്വന്തം മകൻ അപ്പനോട് കള്ളു കുടിക്കാൻ പൈസ ചോദിച്ചു, അപ്പൻ പൈസ കൊടുത്തില്ല, മകൻ അപ്പനെ തല്ലിക്കൊന്നു, തലക്കടിച്ചു പോന്നു. വാർത്ത വന്നതാ, ഉണ്ടാക്കി പറയുന്നതല്ല, നമ്മുടെയൊക്കെ ഇന്ന് കാണുന്ന വാർത്തകളിൽ വന്ന കാര്യം ഈ പറയണേ. അപ്പൊ ചോദിക്കട്ടെ, സ്വന്തം അപ്പനെ മകനെ തല്ലിക്കൊല്ലാൻ കള്ളു മേടിക്കാൻ കാശ് കൊടുത്തില്ലെന്നുള്ളതാ കാരണം. സ്വന്തം വല്യമ്മയുടെ കരുത്തിൽ കിടന്ന് യാതൊരു കള്ളു കുടിക്കാൻ എടുത്തോണ്ട് പോകാൻ വേണ്ടി വല്യമ്മ സമ്മതിക്കാത്തതിന്റെ പേരിൽ വല്യമ്മയെ തല്ലിക്കൊല്ലുക. ഓക്കെ, അപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ എന്താ ചേട്ടന്മാരെ? ഇതിന്റെയൊക്കെ പുറകിൽ എന്താ പിതാക്കന്മാരെ, മാതാക്കളെ? നമ്മുടെയൊക്കെ സഹോദരങ്ങളെ വഴിതെറ്റി വിടുന്നത് മദ്യവും മയക്കുമരുന്നൊക്കെയാണോ? നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലേ സമാധാനമില്ലാത്ത സന്തോഷം തരാതെ കള്ളു കുടിക്കുന്നവരോട് ചോദിക്കുക, എന്തിനാ കള്ളു കുടിക്കുന്നത്? അവര് പറയും സന്തോഷം ഉണ്ടാകാനോ സമാധാനം ഉണ്ടാകാനാണ്. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, സന്തോഷം ഉണ്ടാകാൻ സമാധാനം ഉണ്ടാകാൻ രണ്ട് കള്ളും കുടിച്ച് വൈകിട്ട് വീട്ടിൽ ആടി തൂങ്ങി കയറി ചെന്ന് വീട്ടിൽ ചെന്ന് അലമ്പും ബഹളവും ഉണ്ടാക്കി, അപ്പൻ മകനെയും തല്ലി, മകൻ അപ്പനെയും തല്ലി, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും ബഹളവും ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോ സ്വന്തം ഭാര്യ ആയാലും ഭർത്താവായാലും അല്ലെങ്കിൽ അമ്മയായാലും തലേ കൈവച്ചു പറയുന്ന ഒരു വാചകം എങ്ങനെയാ, ഈ നശിച്ചവൻ എങ്ങനെയെങ്കിലും ഒന്ന് മുടിഞ്ഞു പോയാൽ മതിയായിരുന്നു, ചത്തുപോയാൽ മതിയായിരുന്നു. ഞങ്ങളെ അടുത്ത് വന്ന് പലരും പറഞ്ഞിട്ടുള്ള കാര്യമാണെന്നേ, ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ സമാധാനമില്ല, കള്ളിനടിമയാ, വീട്ടിൽ നിരന്തരം പ്രശ്നങ്ങൾ, ഇവരെന്തെങ്കിലും ചത്തുപോയാൽ മതി, ഞങ്ങളെപ്പോലുള്ളവരോട് വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ കേരളം മുഴുവൻ സൈക്കിളിൽ നടന്ന് ഇതുപോലെ പ്രഘോഷണം നടത്തിയിരിക്കുന്ന ആളിൽ ഒരാളാണ് ഞാൻ. ഞങ്ങളുടെ അടുത്തേക്ക് വന്നിച്ച് പലരും പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വിഷയമുണ്ട്, ഞങ്ങളുടെ മക്കൾ മയക്കുമരുന്നിന് അടിമയാ, ജീവിതത്തിൽ സന്തോഷമില്ല, സമാധാനമില്ല, അപ്പം കുടിയോടുകൂടി വീട്ടിൽ സന്തോഷമില്ല, സമാധാനമില്ല, അടിയും ബഹളവും തെറുവിളിയും, സമാധാനമില്ല. ചോറ് കഴിച്ചില്ലാലും കള്ള് കിട്ടിയാൽ മതി അപ്പന്, മക്കൾക്ക് ചോറ് കിട്ടിയില്ലെങ്കിൽ കള്ള് കിട്ടിയാൽ മതി. ഒറ്റ കാര്യം ചോദിക്കട്ടെ, വീട്ടിലെ സന്തോഷം കളഞ്ഞ്, വീട്ടിലെ സമാധാനം കളഞ്ഞ്, ചെറുകുടുംബമായിരിക്കുന്ന അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് ജീവിക്കുന്ന ജീവിതത്തിൽ സന്തോഷം കളഞ്ഞ്, സമാധാനം കളഞ്ഞ്, ഒരു തുള്ളി മദ്യത്തിന് നിങ്ങൾക്ക് സന്തോഷം നേടിയെടുക്കാനാകുമെങ്കിൽ ഒറ്റ കാര്യം എന്നെ കേൾക്കുന്നവരോട് ഞാൻ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് മദ്യം തരുന്ന സന്തോഷവും സമാധാനവും ഒന്നും അല്ല സന്തോഷവും സമാധാനവും.
നിങ്ങൾ മദ്യം കുടിച്ച് മയക്കുമരുന്ന് കഴിച്ച് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതത്തിലെ സന്തോഷം കളഞ്ഞ് സമാധാനം കളഞ്ഞേച്ച് വീട്ടിൽ കയറി ചെല്ലുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് സമാധാനമാണ് എന്ന് പറയുമ്പോൾ സ്വന്തം ഭാര്യയുടെ ബ്രാക്ക് മേടിച്ച് അമ്മയുടെ ബ്രാക്ക് മേടിച്ച് മക്കളുടെ ബ്രാക്ക് മേടിച്ച് ജീവിതം മുഴുവൻ കളഞ്ഞു തീർക്കുന്ന നല്ല നല്ല രീതിയിൽ ജീവിതം മുഴുവൻ തകർത്ത് കളയുന്ന മാതാപിതാക്കളോട് അല്ലെങ്കിൽ സഹോദരങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ? മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് പോകാതെ ജീവിതം നല്ലതിലേക്ക് ഓടി തീർത്തുകൂടെ? ജീവിതത്തിന് നല്ല ആശയമില്ലേ? നല്ല സ്വപ്നങ്ങളില്ലേ? ഒന്ന് നോക്കിക്കേ, കഴിഞ്ഞ വർഷം ഈ ഓണത്തിന് വിറ്റഴിച്ച കോടികളുടെ മദ്യമാ. അവരുടെയൊക്കെ മക്കൾ, ഇതെല്ലാം നടത്തുന്ന ആൾക്കാർ, ഇതെല്ലാം കച്ചവടം നടത്തുന്ന ആൾക്കാരുടെ മക്കൾ, അവരുടെയൊക്കെ ജീവിതം സുഖസന്തോഷവും സൗകര്യവും നിറഞ്ഞൊരു ജീവിതത്തിൽ അവർ ജീവിക്കുന്നത്. അവരുടെയൊക്കെ മക്കൾ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് നല്ല സന്തോഷത്തോടെ പഠിക്കുക. ദിവസം കിട്ടുന്ന വരുമാനത്തിന്റെ അകത്തുനിന്ന് കൊണ്ടുപോയി കൊടുത്ത് കള്ളു കുടിച്ച് മദ്യത്തിന്റെ ലഹരിയിൽ ആറാടുന്ന അച്ഛനോടും അമ്മയോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെയൊക്കെ മക്കൾ എവിടെ വരെയായി? ഇതൊക്കെ കൊണ്ടുവന്ന് വെള്ളം കുപ്പി കളറി ചേർത്ത് വെച്ച് കുടിച്ചേച്ച് നമ്മുടെയൊക്കെ മക്കൾ ഇന്ന് കാലഘട്ടത്തിൽ എവിടെയുണ്ട്? അവർക്കൊരു നല്ല ഭാവി, നല്ലൊരു മൊട്ടായി മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? കീറിപ്പറയാത്തൊരു നല്ല ഡ്രസ്സ് മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? നമ്മളിതൊക്കെ കൊടുത്തയച്ച് മദ്യം മേടിച്ചു കുടിച്ച് അവരുടെയൊക്കെ മക്കൾ കോട്ടും സൂട്ടും അടിച്ച് AC കാറിൽ ചെത്തി നടക്കുമ്പോ നമ്മുടെയൊക്കെ മക്കളോ വണ്ടിക്കൂലിക്ക് പോലും വകയില്ലാതെ കിലോമീറ്ററുകളോളം നടക്കുകയല്ലേ? കീറിപ്പറഞ്ഞ തേഞ്ഞു പോയ ചെരുപ്പ് കിട്ടുകൊണ്ട് എന്ത് സന്തോഷമായി ഇതിന് കിട്ടുന്നത്? എന്ത് സമാധാനമായി ഇതിനകത്തുനിന്ന് കിട്ടുന്നത്? ഈ കുടിക്കുന്ന കള്ളിൽ നിന്നോ വലിക്കുന്ന കഞ്ചാവിൽ നിന്നോ MDMA എന്ത് സുഖമാണ് കിട്ടുന്നത്? അല്പസമയത്തിന് ഒരാസ്വാദനത്തോടുകൂടെ വേറെ ഏതെങ്കിലും ലോകത്തിലേക്ക് കടന്നു പോകാന്നുള്ളതാണ് എന്ത് സന്തോഷമാ സമാധാനമാണ് കിട്ടുന്നത്. മുമ്പിൽ കണ്ടുകിട്ടുന്നവനെ ലൈംഗിക ചുവയോടുകൂടെ നോക്കുന്ന ഇത്രമാത്രം മതപ്പതിച്ചു പോകുന്ന ലഹരി വസ്തുക്കളുടെ പുറകെ ഓടി നടന്ന് കാലം തീർക്കാതെ നല്ല കാലത്തിലേക്ക് ഓടി വരാൻ പ്രിയ പിതാക്കന്മാരോട് സഹോദരങ്ങളോട് ഞാൻ സ്നേഹത്തിന്റെ ഭാഷയിൽ അപേക്ഷിക്കുക. ഞാൻ രണ്ട് കാര്യം പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, ഇന്നത്തെ ആനുകാലിക കാര്യങ്ങളും. രണ്ട്, എന്നെ ഞാനാക്കി മാറ്റിയ ഒരു വ്യക്തിയെക്കുറിച്ച്. ആ വ്യക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുക. ഈ കാണുന്ന മദ്യവും മയക്കുമരുന്നും ഈ കാണുന്ന സകലതുമുള്ള അതേ ലോകത്താണ് ഞാനും ജീവിക്കുന്നത്. അതേ ക്യാമ്പസുകളിലാണ് ഞാനും പഠിച്ചത്. എന്നാൽ ഇതിനൊന്നും അടിമപ്പെടുത്താതെ, ഇതിനൊന്നും വളച്ച് ഞങ്ങളെ വശീകരിക്കാതെ, അല്ലെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകാതെ, മദ്യത്തിന് അടിമയാക്കാതെ, മയക്കുമരുന്നിന് അടിമയാക്കാതെ എന്നെ കൊണ്ടുതരുന്ന ഒരു സ്നേഹത്തിന്റെ ഘടനയുണ്ട്. ആ സ്നേഹത്തെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറയാം. ഈ സ്നേഹം ആരും മതം മാറ്റാൻ വേണ്ടിയുള്ള സ്നേഹമല്ല. ഈ സ്നേഹം ആരെ തല്ലിക്കൊല്ലാനുള്ള സ്നേഹമല്ല. നിർദോഷിയായ മനുഷ്യനെ, അല്ലെങ്കിൽ പാപത്തിൽ ആഞ്ഞുകിടക്കുന്ന മനുഷ്യനെ, അതല്ല എങ്കിൽ സകല മിളച്ചതും ചെയ്തു കിടന്ന ഒരു മനുഷ്യനെ, അതുമല്ല എങ്കിൽ കള്ളിനും കഞ്ചാവിനും അടിമപ്പെട്ട ഒരു മനുഷ്യനും രക്ഷിക്കാൻ കഴിയാതെ കിടക്കുന്ന ഒരു മനുഷ്യനെ സ്നേഹത്തിന്റെ കണികയിലേക്ക് കൊണ്ടുവന്ന് നല്ല മനുഷ്യനാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരേ ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തിന്റെ പേരാണ് നസ്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹം. ഇന്ന് പല രാഷ്ട്രീയവും പല മതങ്ങളും മതത്തിന്റെ പേരിൽ തല്ലിക്കൊന്നും കൊലപാതകങ്ങൾ നടത്തി പലതിനെയൊക്കെ വെട്ടിക്കുന്നു. രാഷ്ട്രീയത്തിന്റെ പേരിൽ വെട്ടിക്കുന്നു, ജാതിയുടെ പേരിൽ വെട്ടിക്കുന്നു, നിറത്തിന്റെ പേരിൽ വെട്ടിക്കുന്നു. എല്ലാം നടക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യനെ മനുഷ്യനായി സ്നേഹിക്കാൻ പഠിച്ച, നിറത്തിലോ വർണ്ണത്തിലോ വർഗത്തിലോ സ്നേഹത്തിലോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യനെ ഒരുപോലെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ഒരു സ്നേഹത്തിന്റെ കണികയാണ് നസ്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്ന സ്നേഹം. ഈ സ്നേഹത്തിന് അൺപെൺ വർഗ വ്യത്യാസമില്ലെന്ന്. സകലർക്കും എല്ലാവർക്കും വ്യത്യാസമുണ്ട്. താഴ്ന്ന ജാതിയാണെന്നും ഉയർന്ന ജാതിയാണെന്നും ആണാണെന്നും പെണ്ണാണെന്നും, അല്ലേ, ദരിദ്രനാണെന്നും ധനികനാണെന്നും, ഇന്ന ആളുകളെ ഇവിടെ വരാൻ പാടുള്ളൂ, ഇന്ന ആളുകൾ വരാൻ പാടില്ലെന്നും പലർക്കും വിദ്വേഷം വെച്ചു മാറ്റി നിർത്തുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ സ്നേഹത്തിന് ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല, കറുത്തവനെന്നോ വെളുത്തവനെന്നോ വ്യത്യാസമില്ല, ധനികനെന്നോ ദരിദ്രനെന്നോ വ്യത്യാസമില്ല, പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമില്ല. സകല മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന നല്ലൊരു സ്നേഹത്തിന് ഉടമയാ നസ്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഞാൻ മുമ്പേ പറഞ്ഞ കുറെ ആനുകാലിക സംഭവങ്ങൾ പറഞ്ഞല്ലോ. കൊല്ലും കൊലപാതകം, ഈ ലൈംഗിക പീഡനങ്ങളും കള്ളും കഞ്ചാവും ഒക്കെ പറഞ്ഞല്ലോ.
ഇതൊക്കെ മനുഷ്യന്റെ പാപപ്രവൃത്തിയിൽപ്പെടുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ എന്റെ അടുത്ത് ചോദിക്കും, ഏട്ടന്മാരെ കിടപ്പണ്ട, ഇങ്ങനെ പാപപ്രവൃത്തി ഉണ്ടോ? പാപമൊക്കെ എന്നാ തീർന്നാ? ഞാൻ ചോദിക്കട്ടെ, സമൂഹത്തിൽ ഉന്നത കുലത്തിൽ നിൽക്കുന്ന ബ്രാഹ്മണന്മാർ പോലും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ കൈക്കുമ്പിളിൽ വെള്ളമെടുത്തച്ച് പാപോഹം പാപകർമ്മോഹം എന്നൊക്കെ വിളിച്ചു പറയുന്നത് പാപത്തിനുള്ള പരിഹാര ക്രിയയല്ലാതെ പിന്നെ എന്തുവാണ്? ഏത് മതമായാലും, മുസ്ലിം മതമായാലും, ഹിന്ദു മതമായാലും, ക്രിസ്ത്യാനി മതമായാലും എല്ലാ മനുഷ്യനും പാപത്തിന്റെ പരിഹാര ക്രിയ ചെയ്യാറില്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നത് പാപമാണ് ചേട്ടാ. പാപത്തിന് രണ്ടക്ഷരമേ ഉള്ളെങ്കിലും അതിന്റെ അർത്ഥം വലുതാ, അതിന്റെ വ്യാപ്തി വലുതാ. ഞാൻ ചോദിക്കുക, ഇനി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, പാപമില്ലെങ്കിൽ ഇന്ന് ഈ കാണുന്ന ഇവിടെയുള്ള കടകളൊന്നും അടയ്ക്കാതെ പൈസയൊക്കെ പേഴ്സയുടെ പുറത്ത് എടുത്തു വെച്ച് പൂട്ടാതെ ഭദ്രമായി അവിടെ തന്നെ എടുത്തു വെച്ച് ഒരു വെയിറ്റ് ഒക്കെ എടുത്തു വെച്ചേച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്ന് എടുത്തു വെക്ക്, കൈതപ്പാലം എന്ന് പറയുന്ന സ്ഥലത്ത് ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ഇത്ര രൂപ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്, ഇത് ആരും കൊണ്ടുപോകരുത് കേട്ടോ എന്നും പറഞ്ഞേച്ച് നിങ്ങൾ കട തുറന്നു വെച്ചു നിങ്ങൾ വീട്ടിൽ പോയി കടന്നാൽ ഉറങ്ങിയിട്ട് നാളെ നേരം വെളുക്കുമ്പോ ഈ പൈസയിൽ ഒരു രൂപ പോലും കാണാതെ പോകുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന ഈ പാപമില്ലെന്നുള്ള കാര്യം ഞാനും സമ്മതിക്കാം. കാരണം മനുഷ്യന്റെ ചിന്താഗതി മുഴുവൻ പാപത്തിന്റെ അകത്ത എടുത്തു വെക്കുന്നത് മുഴുവൻ കൊണ്ടുപോവുകയും കവർന്നു കളയുകയും മറ്റൊരാളെ കാണുമ്പോൾ ലൈംഗിക ചുവയോടുകൂടെ നോക്കുകയും ലൈംഗിക വീഴ്ചകൾ നടത്തുകയും ചെയ്യുന്നതൊക്കെ പാപമല്ലേ? അല്ലേ? ഇതെല്ലാം പാപത്തിന്റെ ക്രിയകളാ. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം മന്ത്രവാദങ്ങൾ കഴിക്കുന്നു, എന്തെല്ലാം ചെയ്യുന്നു, എന്തെല്ലാം നേർച്ചകൾ കൊടുക്കുന്നു, എന്തെല്ലാം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നു. ഒറ്റ കാര്യം പറയാം, വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, മറ്റൊരുത്തരും രക്ഷയില്ല. ഒന്നുകൂടെ പറഞ്ഞാൽ പാപത്തിന്റെ ക്രിയയ്ക്ക് പരിഹാരമായി ഒരു മന്ത്രവാദത്തിനോ പുണ്യസ്ഥലങ്ങൾക്കോ നേർച്ചകൾക്കോ കാഴ്ചകൾക്കോ വഴിപാടുകൾക്കോ നിങ്ങളെ രക്ഷിക്കാൻ കഴിയത്തില്ല. മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. അത് വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നത്. അതിനോടൊപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യൻ. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ ദൈവത്തെ സേവിക്കുന്ന മനുഷ്യന, അല്ലെങ്കിൽ ഭയഭക്തിയോടുകൂടെ സേവിക്കുന്ന ഏത് ദൈവത്തെ സേവിച്ചാലും ഭയഭക്തിയോടുകൂടെ സേവിക്കുന്ന ഒരു മനുഷ്യനെ മാനത്തോടിരിക്കുന്ന മനുഷ്യൻ എന്ന് പറയാൻ പറ്റും. അങ്ങനെയുള്ളവൻ വിവേകഹീനനായി പോയാൽ, ബുദ്ധിയില്ലാത്തവനായി പോയാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യന. വഴിയെ പോകുന്നവരെ കടിക്കാൻ തോന്നും, വഴിയെ പോകുന്നവരെ ഓരോന്ന് ചെയ്യാൻ തോന്നും. കാണുന്നത് എന്തൊക്കെ മൃഗങ്ങൾ ചെയ്യുമോ അതെല്ലാം ചെയ്യാൻ തോന്നുന്ന പ്രവൃത്തിയായി പറയുന്നത്. മാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യനെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ട ചില സ്ഥലങ്ങളിലൊക്കെ എഴുതി വെക്കുന്നത് കാണാം, പുണ്യപ്രവർത്തികൾ ചെയ്യൂ, ജീവിതത്തിൽ നിത്യത അല്ലെങ്കിൽ നിത്യശാന്തി എന്ന് തിരിച്ചറിയൂ, അല്ലെങ്കിൽ പാപത്തിൽ നിന്ന് പരിണിതഫലം അല്ലെങ്കിൽ അതിൽ നിന്ന് മോക്ഷം ഉണ്ടെന്ന് തിരിച്ചറിയൂ. സഹോദരങ്ങളെ, ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് അങ്ങോട്ട് കൊടുത്തയച്ച് പുണ്യപ്രവർത്തികൾ ചെയ്താൽ, നേർച്ച കാഴ്ച വഴിപാടുകൾ കൊടുത്താൽ പാപത്തിന് പരിഹാരമുണ്ടാകുമെന്ന് ആരും വിചാരിക്കരുത്. പാപത്തിന് പരിഹാരമുണ്ടെങ്കിൽ അത് നസ്രനായ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമാണ്. കാരണം എന്തെന്നറിയണമോ? ഇന്നേക്ക് 2020 വർഷങ്ങൾക്ക് മുൻപ് സകല ആൾദൈവങ്ങളും ഉണ്ടായിരുന്ന സമയമാണ്. അന്നും ആൾദൈവങ്ങളും ഉണ്ടായിരുന്ന സമയമുണ്ട്, രാഷ്ട്രീയ പശ്ചാത്തലം ഉണ്ടായിരുന്ന സമയമുണ്ട്, ദൈവങ്ങളുണ്ടായിരുന്ന, മതങ്ങളുണ്ടായിരുന്ന, രാഷ്ട്രീയങ്ങളുണ്ടായിരുന്ന, മതനേതാക്കന്മാരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ എല്ലാ മനുഷ്യനു വേണ്ടി, അതായത് രാഘവൻ എന്ന് പറയുന്ന ആളുകളായാലും ശരി, മുഹമ്മദ് എന്ന് പറയുന്ന ആളുകളായാലും ശരി, തോമസ് എന്ന് പറയുന്ന ആളുകളായാലും ശരി, സകല മനുഷ്യനു വേണ്ടിയും സകല മനുഷ്യന്റെ പാപത്തിനു വേണ്ടിയും ഒരേ ഒരു വ്യക്തി, അന്നത്തെ ആൾദൈവങ്ങൾ ആരും ഇറങ്ങി വന്നിട്ടില്ല, അന്നത്തെ മതങ്ങളിൽ നിന്ന് ഒരു പുരോഹിതന്മാരും ഇറങ്ങി വന്നിട്ടില്ല, മതപണ്ഡിതന്മാർ ഇറങ്ങി വന്നിട്ടില്ല, രാജാക്കന്മാർ ഇറങ്ങി വന്നിട്ടില്ല, രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ നിൽക്കുന്നവർ ഇറങ്ങി വന്നിട്ടില്ല. അങ്ങനെയുള്ള ആരും ഇറങ്ങി വരാതിരുന്ന ഒരു കാലഘട്ടത്തിൽ സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരമായി എല്ലാ മനുഷ്യനും വേണ്ടി, ഒന്നുകൂടെ പറയാം, രാഘവനായാലും മുഹമ്മദ് ആയാലും തോമസ് ആയാലും ഇനി നിരീശ്വരവാദിയായാലും എന്ത് പേരായാലും ശരി, എല്ലാ മനുഷ്യനു വേണ്ടി ഇറങ്ങി വന്ന ഒരേ ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് നസ്രനായ യേശു ക്രിസ്തു എന്ന് പറയുന്ന ഒരേ ഒരു സ്നേഹം മാത്രമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ വേദപുസ്തകം പറഞ്ഞ വാചകം ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കുന്നത്, മറ്റൊരുത്തരും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരെ നൽകപ്പെട്ട ഒരേ ഒരു സ്നേഹമുണ്ടെങ്കിൽ അത് യേശു എന്ന് പറയുന്ന സ്നേഹം. നിങ്ങൾ ഓർക്കും, യേശു എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മാത്രം പൊതുകുത്തകയാണെന്ന്. അങ്ങനെയല്ല കേട്ടോ. എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനികളോടും പറയാം, ക്രിസ്ത്യാനികളുടെ മാത്രം പൊതു കുത്തകയല്ല യേശു എന്ന് പറയുന്നത്. ക്രിസ്ത്യാനികളുടെ മാത്രം പൊതു അടിസ്ഥാനമോ അല്ലെങ്കിൽ പൊതു
ദൈവം മാത്രമല്ല. യേശു എന്ന് പറയുന്നത് സകല മനുഷ്യന് വേണ്ടിയും സകല മാനവരാശിക്കും വേണ്ടിയുള്ള എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാൻ, എല്ലാ മനുഷ്യനെയും അംഗീകരിക്കാൻ കഴിയുന്ന ഉത്തമ സ്നേഹിയായ ഒരു സ്നേഹമായ യേശു എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ സന്തോഷമില്ലേ, സമാധാനമില്ലേ, സ്വസ്ഥതയില്ലേ? നിങ്ങൾ നേർച്ച കാഴ്ച കൊടുത്ത് കാണാം. നിങ്ങളെ കൊണ്ടാവുന്ന വിധത്തിൽ നിങ്ങളുടെ മതത്തിൽ പറയുന്ന എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കാണാം. ഒരുപക്ഷെങ്കിൽ ഞാനൊരു കാര്യം ഇങ്ങനെ വിളിച്ചു പറയട്ടെ, നിങ്ങളൊരു പരീക്ഷണാർത്ഥമെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ചെയ്തു നോക്കൂ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമില്ലെങ്കിൽ, സമാധാനമില്ലെങ്കിൽ, സ്വസ്ഥതയില്ലെങ്കിൽ ഒറ്റ കാര്യം മാത്രം ചെയ്തു നോക്കൂ. നിങ്ങൾ അവിടെ നിൽക്കുന്ന നിൽപ്പ് ചോദിച്ചാൽ മതി, ഈ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ സന്തോഷമായി, സമാധാനമായി, എന്റെ കുടുംബത്തിൽ ഈ പറയുന്ന യേശുവിന്റെ സ്നേഹത്തിൽ ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി എന്റെ വീട്ടിൽ ഒന്ന് ഇറങ്ങി വരണമേ യേശു എന്നൊന്ന് പറയാമോ? വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകി തന്നിച്ചു പോകുന്നു, അത് ഈ ലോകം തരുന്ന പോലെയല്ല. എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറഞ്ഞാൽ, മദ്യം തരുന്ന പോലെയല്ല, മയക്കുമരുന്ന് തരുന്ന പോലെയല്ല, രാഷ്ട്രീയ പ്രമുഖന്മാർ തരുന്ന പോലെയല്ല, മതമേലാളന്മാർ തരുന്ന പോലെയല്ല, ഇസങ്ങൾ തരുന്നത് പോലെയല്ല, അതുപോലെ തന്നെ നിയമപാലകന്മാർ തരുന്നത് പോലെയല്ല. വീട്ടിലേക്ക് ഒരു വിപത്ത് വന്നാൽ വീട്ടിൽ വന്ന് രാഷ്ട്രീയ പ്രമുഖന്മാരോ പോലീസ് അധികാരികളൊക്കെ എന്ന് പറയും, ഞങ്ങളുണ്ട്, നിങ്ങൾ കൂടെ, നിങ്ങൾ ധൈര്യമായിരിക്കും, സമാധാനമായിരിക്കും എന്ന് പറയുന്ന ഈ വാക്കല്ല യേശു പറയുന്ന വാക്ക്. യേശു പറയുന്ന സമാധാനത്തിന്റെ വാക്ക് നിത്യമായ സമാധാനം, നിത്യമായ സന്തോഷം, ജീവിതത്തിൽ ആർക്കും എടുത്തു കളയുവാൻ കഴിയാത്ത നിത്യമായ സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബങ്ങളിൽ, നിങ്ങളുടെ വീടുകളിൽ വന്നു ചേരുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ് മറ്റൊരുത്തരും രക്ഷയില്ലെന്ന് പറഞ്ഞത്. ഇതിന് നിങ്ങൾ നേർച്ച കാഴ്ച കൊടുക്കണ്ട, നിങ്ങൾ വഴിപാടുകൾ കൊടുക്കണ്ട, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കണ്ട. ഒറ്റ വാക്ക് മാത്രം മതി. നിങ്ങൾ ജോലി തിരക്കിലായിരിക്കാം, എവിടെയെങ്കിലും ധൃതി വെച്ച് പോകുന്നവരായിരിക്കാം, എന്തൊക്കെ തിരക്കിലുള്ളവരായിരിക്കാം, ഒറ്റ വാക്ക് മനസ്സിൽ പറഞ്ഞാൽ മതി. പൊതുസ്ഥലത്ത് നിന്ന് പറയണമെന്നുമില്ല, മനസ്സിൽ മാത്രം പറഞ്ഞാൽ മതി. യേശുവേ, ഈ പറയുന്ന കാര്യം സത്യമാണെങ്കിൽ എന്റെ വീട്ടിൽ സന്തോഷമില്ലാതെ, സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, കുടുംബത്തിൽ ജീവിതത്തിൽ സന്തോഷമില്ലാതെ, എന്റെ മക്കൾ മദ്യത്തിന് അടിമയായി, ജീവിതം മുഴുവൻ ആശകൾ തകർന്നു പോകുന്ന ഒരു അവസ്ഥ, എന്റെ ഭർത്താവ് മദ്യത്തിന് അടിമയാ, എന്റെ ഭാര്യ എന്തെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് പകലിൽ ഇവിടെ നിന്ന് പറയാം, യേശുവേ, ഈ പറയുന്ന കാര്യം ശരിയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ സന്തോഷമായി, സമാധാനമായി, സ്വസ്ഥതയായി എന്റെ ജീവിതത്തിൽ, എന്റെ കുടുംബത്തിൽ ഇന്നും ഇറങ്ങി വരണമേ എന്ന് പരീക്ഷണാർത്ഥമെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കൂ. നിങ്ങളുടെ ജീവിതം മാറി മറിയുന്നത് കാണുക. നിങ്ങളുടെ കുടുംബങ്ങളുടെ ഭാവികൾ തകർന്ന ജീവിതമുണ്ടോ? ഏതെങ്കിലും അവസ്ഥയിൽ നിങ്ങൾ ഇവിടെ കൊണ്ട് ഫുൾ സ്റ്റോപ്പായി നിൽക്കുകയാണോ? ഒരു നേരത്തെ വിശക്കുപ്പിക്കകത്ത് നിങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണോ? ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം, ആത്മഹത്യ തരുന്ന ഒരു പരിഹാരമല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആത്മഹത്യ തരുന്ന ഒരു പരിഹാരമാണെങ്കിൽ എന്നേ ആ പരിഹാരങ്ങൾ മനുഷ്യന്റെ ഇടയിൽ കിട്ടുമായിരുന്നു. ഇത് മാത്രമേ പരിഹാരമുള്ളൂ, മറ്റൊരുത്തരും രക്ഷയില്ല. യേശുവിൽ മാത്രമേ രക്ഷയുള്ളൂ. ഈ യേശുവിനോടൊന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാകും, സമാധാനമുണ്ടാകും. ജീവിതം ഇവിടെ കൊണ്ട് വഴിമുട്ടി എന്ന് പറയുന്നവർക്ക് ഞാനൊരു വാക്തത്വം പറയാം, ഞാനൊരു ഉറപ്പ് പറയാം. നിങ്ങളുടെ ജീവിതം നാളേക്ക് നല്ല സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ട നിങ്ങളുടെ ജീവിതം സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നുവെങ്കിൽ നാളേക്കും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു സ്നേഹത്തിന്റെ ഉടമയാണ് ഈ യേശു എന്ന് പറയുന്ന സ്നേഹം. ആ യേശുവിന്റെ സ്നേഹത്തിലേക്ക് ഈ കൈതപ്പാലം നിവാസികളെ, എന്നെ കേട്ടുകൊണ്ടിരുന്ന മാന്യ ശ്രോതാക്കളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് അടിക്കുറിപ്പ് നൽകുന്നു. അഭിവാദനം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗ്ഗപിതാവേ, അവിടുത്തെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. പിന്നെ പിതാവായ ദൈവമേ, ഈ നിമിഷം വരെയും കേൾക്കപ്പെട്ട എല്ലാ ദൈവവചനങ്ങൾക്കായി നന്ദിയോട് ദൈവത്തിന്റെ മഹത്വം കരീട്ടുന്നു. ദൈവമേ, സത്യവിധികൾക്കുള്ളിൽ കേൾക്കപ്പെട്ട ഓരോരുത്തരെയും കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ ആയിരുന്ന അനേകരുണ്ട് കർത്താവെ, അല്ലെങ്കിൽ യാത്ര ചെയ്തവരുണ്ട്, വിവിധമായ സ്ഥാപനങ്ങളായിരുന്നവരുണ്ട്. ദൈവമായ കർത്താവെ, ഭൗതികമായ ജോലിയോടനുബന്ധിച്ചായിരുന്നവരുണ്ട്. കർത്താവിന്റെ കരങ്ങളിൽ അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കേൾക്കപ്പെട്ട ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും ദൈവമായ കർത്താവെ, അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ ഭാരങ്ങൾ, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കപ്പെടുന്നവരായിരിക്കാം. ദൈവകാര്യങ്ങൾ അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പുറത്ത് അറിയുവാൻ കഴിയാത്ത വിഷയങ്ങൾ മുന്നിൽ ഭാരപ്പെടുന്ന അനേകരുണ്ടാകാം. എന്നാൽ അവരെല്ലാം ദൈവത്തിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. പൊന്നുപിതാവായ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്തെയും കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സ്ഥാപനങ്ങളെയും കർത്താവിന്റെ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു. അവരെ എല്ലാവരും അനുഗ്രഹിച്ച് വഴി നടത്തുമാറാകണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കൃപയാൽ അവിടെ നിറയ്ക്കണം. എന്റെ ദൈവം വലിയ ചേതന സ്തുതിക്കുന്നു. കർത്താവേ, മാനവമഹത്വം അങ്ങയ്ക്ക്. യേശുവിന്റെ ഉള്ളിൽ നാമത്തെ കൃപ തോന്നി കേൾക്കണം. സ്വർഗീയ പിതാവേ. ആമേൻ.